ഇസ്രായേലിനെതിരെ അതിശക്തമായ ഭീഷണിയുമായാണ് ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഇറാൻ ഉയർത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ്. എന്നാൽ ഇറാൻ ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ പൂർണ്ണമായും സുരക്ഷിതത്വത്തിലാണ് എന്ന് വിചാരിക്കരുത്, തിരിച്ചടി ഇസ്രായേലിനും ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാനുള്ള വിളനിലം ക്ലിയറാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാനിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ, ആസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിക്കുകയാണ് അമേരിക്ക. അങ്ങനെ വരുമ്പോൾ പിന്നീട് ഇസ്രായേലിന് സുഖമായി ഇറാനെ ആക്രമിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇസ്രായേലിനെ പൂർണ്ണമായും ഒഴിവാക്കി വിടുന്നത് ബുദ്ധിയല്ല എന്ന് തന്നെയാണ് ഇറാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഇപ്പോൾ പൂർണ്ണമായി ഒഴിവാക്കുന്നത് ബുദ്ധിയല്ല എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലും ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടെ മിഡിൽ ഈസ്റ്റിലെ ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യതകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ പ്രധാനമായും കാണുന്നത് അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നത് അമേരിക്കയുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ബേസുകൾക്ക് നേരെയാണ്. ആ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേലിന് ബാധകമല്ല. ഇസ്രായേലിന് അതിൽ യാതൊരുവിധ പ്രതിസന്ധികളും ഉണ്ടാവാൻ പോകുന്നില്ല. അതേസമയത്ത് അമേരിക്കയുടെ വലിയൊരു സംവിധാനം നഷ്ടപ്പെടും എന്നത് ശരിയാണെങ്കിൽ പോലും ഇസ്രായേലിന് സുരക്ഷിതമായി നിലനിൽക്കാൻ കഴിയും. ഇത് തന്നെയാണ് അമേരിക്കയുടെയും ഉദ്ദേശം. അമേരിക്കക്ക് നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ നഷ്ടം ഇസ്രായേലിനെ സേഫാക്കുക എന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടങ്ങൾ സഹിക്കാൻ അമേരിക്ക തയ്യാറാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വേണ്ട എന്നതാണ് ഇറാന്റെ ഈ ഒരു മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സുരക്ഷിതമാണെന്ന് കരുതേണ്ടതില്ല എന്നാണ്. ഇത് വ്യക്തമായ ഒരു സൂചന തന്നെയാണ് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകും എന്നതിന്റെ.